ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 3 സെക്ഷനുകൾ, സെക്ഷൻ 54 EC, സെക്ഷൻ 54 EE, സെക്ഷൻ 54F, ഇത്രയും സെക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചില എക്സാമ്പിൾസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിലുള്ള Q4 നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് നോക്കാം. Mr. A provides the following data regarding his transaction for the sale of his residential house for assessment year 2020-21. 2020-21 അസസ്മെന്റ് ഇയറിൽ തൻ്റെ റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷനുകളാണ് മിസ്റ്റർ എ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ളത്. കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ടോട്ടൽ ഇൻകം ഫോർ അസസ്മെന്റ് ഇയർ 2021. കറണ്ട് അസസ്മെന്റ് ഇയറിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ എത്ര എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. എന്ന് പറയുമ്പോൾ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണമെന്ന് ചുരുക്കാം. എന്തൊക്കെയാണ് ഹൗസിന്റെ പർട്ടിക്കുലേഴ്സ്? ഹൗസ് പർച്ചേസ്ഡ് ഇൻ 2001 for rupees 4,50,000. 2001-2 വർഷത്തിൽ 4 ലക്ഷം രൂപക്കാണ് ഈ വീട് പർച്ചേസ് ചെയ്തത്. സോൾഡ് ഇൻ നവംബർ 2019 rupees 42 lakh. 2019 നവംബറിൽ 42 ലക്ഷം രൂപക്ക് ഈ വീട് വിൽക്കുന്നു. പർച്ചേസ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് ഇൻ സെപ്റ്റംബർ 2019. 2019 സെപ്റ്റംബറിൽ മറ്റൊരു വീട് 16 ലക്ഷം രൂപക്ക് ഇദ്ദേഹം പർച്ചേസ് ചെയ്യുന്നു. ഇൻവെസ്റ്റഡ് ഇൻ ബോൺസ് ഓഫ് NHAI അണ്ടർ സെക്ഷൻ 54 EC ഇൻ ജനുവരി 2020 for rupees 10 lakh. 10 ലക്ഷം രൂപക്ക് ജനുവരിയിൽ സെക്ഷൻ 54 EC പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള NHAIയുടെ ബോണ്ടിൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത്രയാണ് ഈ ഒരു എക്സാമ്പിളിനകത്ത് പറയുന്ന പർട്ടിക്കുലേഴ്സ്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2001-2 വർഷം ഇയാൾ വാങ്ങിച്ച വീട് 2019-20 പ്രീവിയസ് ഇയറിൽ നവംബർ മാസത്തിൽ വിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ആ ഹൗസ് വിൽക്കുമ്പോഴുള്ള ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 42 ലക്ഷം രൂപയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട്, അല്ലേ? 42 lakh rupees. ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. കാരണം 2001-2 വാങ്ങിച്ചതാണ്, 2019 വിൽക്കുന്നത്. 18 കൊല്ലത്തോളം ഹോൾഡ് ചെയ്തിട്ടുള്ള അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. 2001-2 കോസ്റ്റ് 4 ലക്ഷം രൂപയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 ലക്ഷം ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ. 2019-20 വിൽക്കുന്നത്. CII 289 ആണ്. ഡിവൈഡഡ് ബൈ 2001-2 ഇത് വാങ്ങിയത്, അല്ലേ? 2001-2 മുമ്പോ ആണെങ്കിലൊക്കെ തന്നെ ഇൻഡെക്സ് 100 ആണ് വരിക. അപ്പോൾ CII ഫോർ ഇയർ ഓഫ് അക്വിസിഷൻ 100 ആണ്. അപ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുന്നത് 4,50,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 100, അല്ലേ? എത്രയാണ്? 13,500,000. 13,500,000 രൂപയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരിക. ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റോ സെല്ലിംഗ് എക്സ്പെൻസോ ഒന്നും അതുമായി ബന്ധപ്പെട്ട് പറയാത്തത് കൊണ്ട് നമ്മൾ ഈ എമൗണ്ട് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ കുറക്കുന്നു. അപ്പോൾ കിട്ടുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് 28,99,500. 28,99,500 രൂപയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നത്, അല്ലേ? ഇനി ഇതിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പർച്ചേസ്ഡ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് ഇൻ സെപ്റ്റംബർ 2019. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നേരത്തെയുള്ള ഹൗസ് വിറ്റതെന്നാണ്? നവംബർ 2019. ആ നവംബർ 2019 മുമ്പ് തന്നെ 2 മാസം മുമ്പ്, അല്ലേ? എന്ന് പറയുമ്പോൾ സെപ്റ്റംബറിൽ ഇയാൾ വേറൊരു പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ സെക്ഷൻ 54 പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിന് മുമ്പുള്ള 1 വർഷത്തിനുള്ളിലോ ശേഷമുള്ള 2 വർഷങ്ങൾക്കുള്ളിലോ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് സെക്ഷൻ 54 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം കുറക്കാൻ പറ്റും. ഇവിടെ വീട് വിൽക്കുന്നതിന്റെ മുമ്പുള്ള 1 വർഷത്തിനുള്ളിൽ, എന്ന് പറയുമ്പോൾ 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ട് for rupees 16 lakh. അപ്പോൾ എന്ത് ചെയ്യാം? എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് എത്രയാണ്? 16 lakh ആണ് പുതിയ ഹൗസ് സെപ്റ്റംബറിൽ വാങ്ങിച്ചപ്പോൾ അതിന്റെ കോസ്റ്റ്. നമുക്കത് കുറക്കാം.
പിന്നെ കൃത്യമായിട്ട് ഈ എക്സാമ്പിളിനകത്ത് പറയുന്നു 2020 ജനുവരിയിൽ 54 EC പ്രകാരം നോട്ടിഫൈ ചെയ്യപ്പെട്ട NHAയുടെ ബോണ്ട് 10 ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ സെക്ഷൻ 54 EC പഠിച്ചപ്പോൾ കണ്ടതാണ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ് പർച്ചേസ് ചെയ്യണം അല്ലേ. ഇവിടെ നവംബറിലാണ് വിൽക്കുന്നത്. നവംബർ വിറ്റ് ജനുവരിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 2 മാസത്തിനുള്ളിൽ തന്നെ 6 മാസം അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് 54 ECയിലെ ബോണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 54 ECയും ഇവിടെ എക്സംഷനായി ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ. എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 EC, ദാറ്റ് ഈസ് ദ പർച്ചേസ് ഓഫ് NHAI ബോണ്ട്. എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. മൊത്തം 2 എക്സംഷനോടെ ക്ലെയിം ചെയ്യാം. 16 ലക്ഷം 54ഉം 10 ലക്ഷം 54 ECയും. അങ്ങനെ 26 ലക്ഷം രൂപ മൊത്തം എക്സംഷൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 28,99,500 രൂപയിൽ നിന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ദാറ്റ് ഈസ് ₹2,99,500. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് കാണുന്ന 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ 1st August 1997 മിസ്റ്റർ ബി പർച്ചേസ്ഡ് എ പ്ലോട്ട് ഫോർ ₹40,000 അല്ലെ. ഒരു ലാൻഡ് മിസ്റ്റർ ബി എന്ന് പറയുന്ന ആള് 40,000 രൂപക്ക് 1997 ഓഗസ്റ്റ് 1 പർച്ചേസ് ചെയ്യുന്നു. ദി ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി പ്ലോട്ട് ഓൺ 1st April 2001 വാസ് ₹80,000. ഈ പ്ലോട്ടിന്റെ 2001 ഏപ്രിൽ 1 ഫെയർ മാർക്കറ്റ് വാല്യൂ 80,000 രൂപയായിരുന്നു. ഓൺ 3rd August 2019 he sold the plot for ₹15 lakh and paid brokerage at 2% on sales consideration. 2019 ഓഗസ്റ്റ് 3 ഇദ്ദേഹം മറ്റൊരു പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്നു. 15 ലക്ഷം രൂപക്കാണ് പർച്ചേസ് ചെയ്ത് ഈ പ്ലോട്ട് വിൽക്കുന്നത് 15 ലക്ഷം രൂപക്കാണ്. ആ വിൽക്കുന്ന സമയത്ത് സെയിൽസ് കൺസിഡറേഷന്റെ 2% ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കുന്നു. എന്ന് പറയുമ്പോൾ ₹15 ലാഖിന്റെ 2% ബ്രോക്കറേജ് ആയിട്ട് 2019 ഓഗസ്റ്റ് 3 ഈ പ്ലോട്ട് വിൽക്കുന്ന സമയത്ത് കൊടുക്കുന്നു. ഔട്ട് ഓഫ് സെയിൽസ് കൺസിഡറേഷൻ ഹി ഇൻവെസ്റ്റഡ് ₹7,35,000 in the construction of a residential house which was completed before 30th June 2020. അപ്പോൾ ഈ പ്ലോട്ട് വിറ്റ് കിട്ടുന്ന കൺസിഡറേഷൻ എമൗണ്ടിൽ 7,35,000 7,35,000 രൂപ ഒരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടി ഇദ്ദേഹം ചെലവാക്കുകയും 2020 ജൂൺ 30 മുമ്പായി എന്ന് പറയുമ്പോൾ 2020 ജൂലൈ 31 ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ, അതിന് മുമ്പായിട്ട് തന്നെ ഒരു മാസം മുമ്പ് തന്നെ എന്ത് ചെയ്തു, പുതിയ റെസിഡൻഷ്യൽ ഹൗസിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. കമ്പ്യൂട്ട് ദി ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഫോർ അസസ്മെന്റ് ഇയർ 2021 assuming that he does not own any other residential house. ഇയാൾക്ക് വേറെ റെസിഡൻഷ്യൽ ഹൗസ് ഒന്നുമില്ല എന്നുള്ള അസംഷനിൽ ഇദ്ദേഹത്തിന്റെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഇതാണ് എക്സാമ്പിൾ അല്ലേ. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, ഒരു പ്ലോട്ട് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലോട്ട് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന കൺസിഡറേഷൻ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുന്നു. സെക്ഷൻ 54F നമ്മൾ പഠിച്ചതാണ് അല്ലേ. അവിടെ പറയുന്നത് പോലെയാണ്, റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺസിഡറേഷൻ ഉപയോഗിച്ചുകൊണ്ട് റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 54F ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ നിലവിലുള്ള പ്ലോട്ട് വിൽക്കുന്ന സമയത്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. വെരി സിമ്പിൾ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇതിനകത്ത് കാണാം അല്ലേ. 2019 ഓഗസ്റ്റിൽ പ്ലോട്ട് വിൽക്കുന്ന ₹15 ലാഖിനാണ്. Then 15 lakh is the full value of consideration. Less indexed cost of acquisition. കോസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 97 ഇത് പർച്ചേസ് ചെയ്തത്, 2001 മുമ്പാണ്. അന്ന് കോസ്റ്റ് 40,000 രൂപയാണ്. 2001 ഏപ്രിൽ 1 മാർക്കറ്റ് വാല്യൂ 80,000 രൂപയുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, 2001 ഏപ്രിൽ 1 മുമ്പുള്ള പർച്ചേസ് ആകുമ്പോൾ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. ഇവിടെ ആകുമ്പോൾ 40,000 അല്ലെങ്കിൽ 80,000, അതിൽ കൂടുതൽ ഏതാണ് 80,000 ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 80,000 ആണ് അല്ലേ. ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ 2019-20 വർഷമാണ് വിൽക്കുന്നത്. CII 289 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ ഇത് വാങ്ങിച്ചത് 2001
ഏപ്രിൽ 1 മുമ്പായതുകൊണ്ട് ഇൻഡെക്സ് ഫോർ ഇയർ ഓഫ് അക്വിസിഷൻ 100 ആണ്. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 80,000 into 289 divided by 100. That is rupees 2,31,200. Clear? Next, ഇതിനകത്ത് ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ഒന്നുമില്ല. പക്ഷെ എന്തുണ്ട്? There is the payment of brokerage 2% on sales consideration. സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്. സെയിൽസ് കൺസിഡറേഷൻ 2%, സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസിന് 2% ആണ്. സെല്ലിംഗ് പ്രൈസ് rupees 15 lakh ആണ്. 15 lakhന്റെ 2% എന്ന് പറയുമ്പോൾ rupees 30,000 ആണ് സെല്ലിംഗ് എക്സ്പെൻസ് വരിക. അപ്പോൾ നമ്മൾ ഈ രണ്ട് എമൗണ്ടും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും സെല്ലിംഗ് എക്സ്പെൻസും കൂടെ കൂട്ടിയാൽ rupees 2,61,200 വരും. ആ എമൗണ്ട് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 15 lakh എന്ന് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്ലോട്ട് വിൽക്കുന്ന സമയത്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ദാറ്റ് ഈസ് rupees 12,38,800. 12,38,800 രൂപയാണ് പ്ലോട്ട് വിൽക്കുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതുപോലെ 54F ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. അതുകൊണ്ട് നമ്മൾ സെക്ഷൻ 54Fലെ എക്സംഷൻ എമൗണ്ട് കുറക്കാണ് ഇവിടെ. ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54F. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? 54F കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ടും അതുപോലെ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസും നോക്കണം അല്ലേ? ഇവിടെ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നേരത്തെ പറഞ്ഞു നമ്മൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. നമ്മുടെ ഈ എക്സാമ്പിൾ നോക്കിയാൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ rupees 15 lakh ആണ് അല്ലേ? 15 lakh സെല്ലിംഗ് എക്സ്പെൻസ് rupees 30,000 കുറച്ച് അത്ര വരിക 14,70,000 ആണ് വരിക. അപ്പോൾ 14,70,000 ആണ് എന്ത്? നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട്. എത്രയാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്? കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ 7,35,000 ആണ്. അപ്പോൾ 7,35,000 കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസും 14,70,000 നെറ്റ് കൺസിഡറേഷനുമാണ്. അത് പറയുമ്പോൾ ഇവിടെ നെറ്റ് കൺസിഡറേഷനേക്കാൾ കുറവാണ് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് വരുന്നത് അല്ലേ? അപ്പോൾ കോസ്റ്റിന്റെ എമൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ സെക്ഷൻ 54F കമ്പ്യൂട്ടറിന്റെ ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. ആ ഫോർമുല എന്താണ്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ഡിവൈഡഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ വരിക ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? 12,38,800 ആണ് അല്ലേ? 12,38,800 ഇൻറ്റു കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് 7,35,000 ഡിവൈഡഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ 14,70,000. റിസൾട്ട് എത്രയാണ് കിട്ടുക? 6,19,400. അതാണ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54F എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 12,38,800 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു rupees 6,19,400. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഇതിനകത്തൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് കാണാൻ പറ്റും. മിസ്റ്റർ ഹാറൂൺ submits the following particulars about sale of assets during the year 2019-20. 2019-20 വർഷത്തിൽ മിസ്റ്റർ ഹാറൂൺ നടത്തിയിട്ടുള്ള അസറ്റ്സിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ ക്വസ്റ്റ്യനകത്തുള്ളത്. ഇവിടെ 3 അസറ്റ്സ് കാണാം. ജ്വല്ലറി, പ്ലോട്ട്, ഗോൾഡ് അല്ലെ? ജ്വല്ലറിയും ലാൻഡും ഗോൾഡും ആണ് ഇയാൾ ഈ വർഷം വിൽക്കുന്നത്. അതിന്റെ പർട്ടിക്കുലേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് ഉണ്ട് അല്ലെ? ജ്വല്ലറി 7 lakh ആണ്, പ്ലോട്ട് 18,24,000 ആണ്, ഗോൾഡ് 5 lakh ആണ്. എക്സ്പെൻസ് ഓൺ സെയിൽ, സെല്ലിംഗ് എക്സ്പെൻസ് ഇവിടെ ജ്വല്ലറിക്കും ഗോൾഡിനും സെല്ലിംഗ് എക്സ്പെൻസ് ഒന്നുമില്ല. പ്ലോട്ടിന് 24,000 സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇത് വാങ്ങുന്ന സമയത്ത് വന്ന കോസ്റ്റ് ജ്വല്ലറി 1,29,000, പ്ലോട്ട് 2,26,000, ഗോൾഡ് 1,48,000. ഇയർ ഓഫ് അക്വിസിഷൻ, ഈ 3 അസറ്റ്സും വാങ്ങുന്ന വർഷവും പറയുന്നത് 2007-8 ജ്വല്ലറി വാങ്ങിയത്, 2004-5 പ്ലോട്ട് വാങ്ങിച്ചത്, 2009-10 ഗോൾഡ് വാങ്ങിച്ചത് അല്ലേ? ഹി ഹാസ് പർച്ചേസ്ഡ് എ ഹൗസ് ഫോർ rupees 15 lakh ഓൺ 1st March 2020. അപ്പോൾ ഈ 2019-20 വർഷത്തിൽ ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ അസറ്റ് സെയിൽ ചെയ്യുന്നു അല്ലെ? സെയിൽ ചെയ്യുമ്പോഴുള്ള കൺസിഡറേഷൻ ഉപയോഗിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്? 2020 March 1 എന്ന് പറയുമ്പോൾ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ആയിട്ടുള്ള ജൂലൈ 31 തന്നെ ഇയാൾ 15 ലക്ഷം രൂപക്ക് ഒരു പുതിയ വീട് പർച്ചേസ് ചെയ്തു അല്ലേ? ഇനി നമ്മളിവിടെ ഈ കേസിലേക്ക് വന്നാൽ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ അസറ്റ്സും എന്താണ്? എല്ലാം ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് ആണ് അല്ലേ? ആ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടിയ കൺസിഡറേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്തത്? പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്ഷൻ 54F ഇദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. അപ്പോൾ സെക്ഷൻ 54F ഇവിടുന്ന് ഇദ്ദേഹത്തിന്റെ എക്സംഷൻ ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതിനു മുമ്പായിട്ട്
നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടത്, ഈ 3 അസറ്റ് വിൽക്കുന്നു അല്ലേ, ഈ ജ്വല്ലറിയും പ്ലോട്ടും ഗോൾഡും വിൽക്കുന്നു. ആ സമയത്തുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യണം. അതിൽ നിന്നാണ് സെക്ഷൻ 54F എക്സംഷൻ കുറക്കേണ്ടത് അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് 3 വർഷങ്ങളിലെയും CII തന്നിട്ടുണ്ട്. 2004-05 113 ആണ് അല്ലെ, ഇവിടെ കാണാം 113 ആണ് CII. 2007-08 129 ആണ്. 2009-10 148 ആണ്. ഓക്കെ, നമ്മൾ ആദ്യം ഈ 3 അസറ്റ്സിന്റെയും ട്രാൻസ്ഫറിന്റെ സമയത്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ജ്വല്ലറിയിലേക്ക് വരാം അല്ലേ. ജ്വല്ലറി വിൽക്കുമ്പോൾ അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ 7 ലക്ഷം രൂപയാണ് നമ്മൾ കണ്ടത്. 7 lakh rupees ആണ്. ഓക്കെ, അതിന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഏത് വർഷം വാങ്ങുന്നത്? 2007-08 വാങ്ങുന്നത്. കോസ്റ്റ് 1,29,000 ആണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് rupees 1,29,000 into CII for the year of transfer 289 divided by CII for the year of 2007-08. In 2007-08 the index is 129 അല്ലേ. അപ്പോൾ 1,29,000 into 289 divided by 129 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്നത് 2,89,000 ആണ്. ഇവിടെ നമ്മളിത് കുറക്കേണ്ട എമൗണ്ട് അതുകൊണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ 2,89,000 ആണ് ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആ അസറ്റിൽ വരുന്നത്. അവിടെ സെല്ലിംഗ് എക്സ്പെൻസ് ഒന്നും ഇതിനകത്തില്ല. എക്സ്പെൻസ് ഓൺ സെയിൽ നില്ലാണ്. അതൊന്നും വരുന്നില്ല. ഇംപ്രൂവ്മെന്റ് കോസ്റ്റും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എമൗണ്ടിന് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കുന്നു. 7 lakh minus 2,89,000 4,11,000 ആണ് ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ അസറ്റിന്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്ലോട്ട് രണ്ടാമത്തെ അസറ്റിലേക്ക് വരിക. അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്? 18,24,000 ആണ് അല്ലേ. rupees 18,24,000. അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? 2,26,000 ആണ്. ലോങ് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ആണ്. 2004-05 അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു. 2,26,000 into CII for year of transfer 289 divided by CII for the year of 2004-05, that is 113, then divided by 113. 2,26,000 into 289 divided by 113. Indexed cost of acquisition of plot is rupees 5,78,000. ഇനി ഇവിടെ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ഇല്ലെങ്കിലും സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട് അല്ലേ. rupees 24,000 സെല്ലിംഗ് എക്സ്പെൻസ് പ്ലോട്ടിന്റെ കേസിലുണ്ട്. ആ rupees 24,000 കുറക്കണം. അപ്പോൾ ഈ രണ്ട് എമൗണ്ടും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും അതുപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസും നമ്മൾ 18,24,000 കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ അസറ്റ് പ്ലോട്ടിന്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 12,22,000 ആണ് നമുക്ക് കിട്ടുക. ഇനി മൂന്നാമത്തെ അസറ്റിലേക്ക് നോക്കാം നമുക്ക്. അത് ഗോൾഡ് ആണ്. അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 5 ലക്ഷം രൂപയാണ്. 5 lakh rupees. അത് 2009-10 വർഷം വാങ്ങുന്നു. 1,48,000 ആണ് അതിന്റെ കോസ്റ്റ് ആ സമയത്തുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അതിന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1,48,000 into 289 ഡിവൈഡഡ് ബൈ 2009-10 വർഷത്തിലേക്കുള്ള ഇൻഡെക്സ് 148 ആണ്. ഡിവൈഡഡ് ബൈ 148. So 1,48,000 into 289 divided by 148, the amount is rupees 2,89,000. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസസ് 0 ആണ്. There is no selling expenses. So full value of consideration minus indexed cost of acquisition 5 lakh minus 2,89,000 rupees 2,11,000. ഓക്കെ, ഈ മൂന്ന് അസറ്റും 2019-20 വർഷം വിറ്റിട്ടുള്ള അസറ്റുകളാണ്. നമ്മൾ ടോട്ടൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നോക്കുകയാണെങ്കിൽ 4,11,000 പ്ലസ് 12,22,000 പ്ലസ് 2,11,000 മൊത്തം കിട്ടുന്ന എമൗണ്ട് 18,44,000 rupees ആണ് ടോട്ടൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് അല്ലേ. ഇനി നമ്മൾ സെക്ഷൻ 54F കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കമ്പയർ ചെയ്യണം? നെറ്റ് കൺസിഡറേഷൻ എമൗണ്ടിനെ നമ്മളതിന്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഇവിടെ 3 അസറ്റ് വിൽക്കുന്നുണ്ട്. ജ്വല്ലറി 7 lakh അല്ലേ, പ്ലോട്ട് 18,24,000, ഗോൾഡ് 5 lakh. നമ്മൾ മൊത്തം കൂട്ടി സെല്ലിംഗ് പ്രൈസ് മൊത്തം കൂട്ടി കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നിന്ന് കുറക്കണം. നെറ്റ് കൺസിഡറേഷൻ ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് ഇവിടെ പ്ലോട്ടിന് മാത്രമേ ഉള്ളൂ. 24,000 കുറക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 ലക്ഷം രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് കൺസിഡറേഷൻ കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 18,44,000 ടോട്ടൽ നെറ്റ് കൺസിഡറേഷൻ rupees 30 lakh ആണ് അല്ലേ. ഇത് നമ്മൾ സെക്ഷൻ 54F എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നോക്കേണ്ട കാര്യം ഇതാണ്.
കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ, 15 ലക്ഷമാണ് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്, 15 lakh ആണ് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്. എന്നാൽ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് എത്രയാണ്, 30 lakh ആണ്. എന്ന് പറയുമ്പോൾ കോസ്റ്റിന് നെറ്റ് കൺസിഡറേഷനേക്കാൾ കുറവാണ്. നെറ്റ് കൺസിഡറേഷൻ 30 ലക്ഷവും കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് 15 ലക്ഷവുമാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോർമുല അപ്ലൈ ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്, 18,44,000 ആണ് അല്ലേ. 18,44,000 ഇൻറ്റു കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് റുപ്പീസ് 15 lakh ആണ്, ഡിവൈഡഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ അത് 30 ലക്ഷം രൂപയാണ്. സോ 18,44,000 ഇൻറ്റു 15 lakh divided by 30 lakh. The exempted long term capital gain will be rupees 9,22,000. അപ്പോൾ എന്താണ് ടാക്സബിൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരിക, നമ്മൾ നേരത്തെ മൊത്തം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റുപ്പീസ് 18,44,000 ആണ് ടോട്ടൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതിന് എക്സംഷൻ സെക്ഷൻ 54F 9,22,000 കുറച്ചാൽ ബാക്കി വരുന്ന റുപ്പീസ് 9,22,000 ഉണ്ട് അല്ലേ. 18,44,000 മൈനസ് 9,22,000. Then taxable long term capital gain is rupees 9,22,000. Okay. അപ്പോൾ ഇതാണ് സെക്ഷൻ 54F കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ. താങ്ക് യു.